അവളുടെ ചേട്ടന്മാരെ കുറിച്ച് 100 ചോദ്യങ്ങളാ. ഞാൻ എന്താ മറുപടി എഴുതേണ്ടത്? ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ എഴുതി അവളുടെ മനസ്സമാധാനവും എന്തിനാ ഇല്ലാതാക്കുന്നത്? എഴുതാതിരുന്ന എത്ര ദിവസം അവളിൽ നിന്ന് ഇതൊക്കെ ഒളിച്ചു വെക്കും? തൽക്കാലം ഒന്നും എഴുതാൻ പോകണ്ട. അവളായിട്ട് അറിയും പറഞ്ഞോട്ടെ. നീ അമ്മയെ വിളിച്ചകത്തേക്കുണ്ടോ? അമ്മ വരൂ. സാർ, എന്താ സിവിയറെ? എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. നിനക്കെന്താ ഇവിടെ കാര്യം? നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ല ഇതിനകത്ത് കാലുകുത്തരുന്ന്. ഇറങ്ങടാ പുറത്ത്, ഇറങ്ങാൻ. പരിധി വിട്ടാലേ അളിയനാന്നുള്ളവരൊക്കെ ഞാനൊക്കെ മറക്കും. പറയടാ, ആരടാ സേവരെ ഇവിടുന്ന് പിരിച്ചുവിട്ടത്? പറയാൻ. ഞാനാ. ഇതൊക്കെ പാവം വിശ്വത്തോട് ചോദിച്ചാൽ എങ്ങനെയാ? അധികാരപ്പെട്ടവരോട് ചോദിക്കേ. അധികാരപ്പെട്ടോ? അതെ, ചേട്ടൻ പറഞ്ഞിട്ട് വിശ്വത്തെ അവിടെ നിയമിച്ചത്. ചേട്ടനോട് എനിക്ക് കടപ്പാടുണ്ട്. പക്ഷെ ചോര നീരാക്കി ഞാൻ വളർത്തിക്കൊണ്ടുവന്ന ഈ ഹോസ്പിറ്റലിൽ ആര് ജോലി ചെയ്യണം ആര് ജോലി ചെയ്യണ്ട തീരുമാനിക്കാനുള്ള അധികാരം എനിക്ക് മാത്രമാണ്. ഇതിന്റെ സ്ഥാപകൻ നിങ്ങളാ. പക്ഷേ ഇപ്പൊ ഇവിടുത്തെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഞങ്ങളാ. ലക്ഷങ്ങൾ ഇതിനകത്ത് ഇറക്കിയത് മോക്ഷം കിട്ടാനൊന്നുമല്ല. കൂടുതൽ എന്തെങ്കിലും അറിയണമെങ്കിൽ ചേട്ടനോട് ചോദിച്ചാൽ മതി. കൊടുക്കുന്ന പൈസ പലിശയടക്കം തിരിച്ചു കിട്ടുമെന്ന് ഉറപ്പാക്കേണ്ടത് ഏത് ഫൈനാൻസറുടെയും ചുമതലയാണ്. ആ ഉറപ്പിന് അനുയോജ്യമായ ചില പരിഷ്കാരങ്ങൾ ഞാൻ അവിടെ നടത്തി. അത്രയേ ഉള്ളൂ. തന്റെ മാനേജരല്ലേ, പേരെന്താ പറഞ്ഞ? ഓ, സേവിയർ. അയാൾ മാത്രമല്ല, അവിടുത്തെ പല സ്റ്റാഫും പഴം കഞ്ഞികളാ. ഒക്കത്തിനെയും നമുക്ക് അവിടെ നിന്ന് തട്ടണം. നന്ദകുമാർ പേടിക്കണ്ട. തന്നെ കൊണ്ട് ഹോസ്പിറ്റലിൽ വരുമാനമൊന്നുമില്ലെങ്കിലും തന്റെ ചെലവിനുള്ള പൈസ തരാൻ ഞാൻ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. എന്റെ സ്ഥാപനത്തിൽ നീ എന്നെ ശമ്പളക്കാരനാക്കും അല്ലേ? 60 ലക്ഷം രൂപ അതിന്റെ പലിശയും തന്നാൽ നമ്മൾ തമ്മിലുള്ള കരാർ അവസാനിക്കും. എന്റെ ഹോസ്പിറ്റൽ വിറ്റിട്ടായാലും ശരി, അത് ഞാൻ തന്നു തീർക്കും. വിറ്റിട്ടോ? അത് ഓൾറെഡി വിറ്റ് കഴിഞ്ഞല്ലോ. കുറെ ബ്ലാങ്ക് മുദ്രാപത്രങ്ങൾ ഒപ്പിട്ട് എന്നെ ഏൽപ്പിച്ചത് ഓർമ്മയില്ലായിരിക്കും. അതൊക്കെ ഭദ്രമായി ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട്. വേണ്ട പോലെ അതിൽ എഴുതി ചേർക്കുകയും ചെയ്തു. സ്നേഹം കാണിച്ച് നീ എന്നെ വഞ്ചിക്കായിരുന്നു അല്ലേ? അളിയനോട് കാണിച്ച അഭ്യാസമൊന്നും എന്റെ അടുത്ത് വേണ്ട. ഞാൻ ആള് വേറെയാ. അന്ന് നിന്റെ ഹോസ്പിറ്റലിൽ വെച്ച് എന്റെ ഒരാൾ നഷ്ടപ്പെട്ടു. ആ നഷ്ടത്തിന് എനിക്ക് മറ്റൊരു ലാഭം കിട്ടി, നിന്നെ. അതുവഴി നിന്റെ ഹോസ്പിറ്റൽ. അവിടെ നടന്ന അറസ്റ്റും റിലീസും ഒക്കെ എന്റെ തന്ത്രങ്ങളായിരുന്നു. നിന്റെ അനിയന്റെ ദൗർബല്യം എന്താണെന്ന് എനിക്കറിയാം. അവനെ നോവിച്ചാൽ അവന് വേദനിക്കില്ല. പക്ഷെ നിന്നെ നോവിച്ചാൽ അവൻ വേദനിക്കും, ഒരുപാട് വേദനിക്കും. നിനക്കറിയണോ അല്ലേ ഞാൻ എങ്ങനെ നശിച്ചു എന്ന്? നിനക്കറിയണോ അല്ലേ? നീയാ അതിന് കാരണക്കാരി. നീയും നിന്റെ ചേട്ടനും കൂടെ ചേർന്ന് എന്നെ ഈ നിലയിലാക്കി. നിനക്കറിയാമോ, ഞാൻ ഇന്നെല്ലാം നഷ്ടപ്പെട്ടവനാണ്. നിന്റെ തലയണ മന്ത്രം കേട്ട് കേട്ട് എന്റെ കൂടപ്പിറപ്പിനെ ഞാൻ വെറുത്തു. നിന്റെ ചേട്ടൻ കാരണം എന്റെ ഹോസ്പിറ്റൽ എനിക്ക് നഷ്ടപ്പെട്ടു. എന്റെ സ്വസ്ഥതയും സമാധാനവും നഷ്ടപ്പെട്ടു. നീ ഒരുത്തിയാണ് കാരണം. അതിന് നീ അനുഭവിക്കണം. ഇതൊന്നും പോരാ, ഞാൻ നശിച്ചില്ലാതാവുന്നത് നീ കാണണം. എന്നാലേ അത് പൂർണ്ണമാവൂ. മോനെ, മോനെ, എന്താ നന്ദു? ഞാൻ പറയുന്ന കേക്കൂ. മോനെ, അമ്മയാ പറയുന്നത്. നിക്ക് നന്ദു, മോനെ.
ആരാന്ന്? ഞാനാണ് ഡോക്ടർ രാജു. ഡോക്ടർ അന്ന് രക്ഷിച്ചില്ലേ, ആ ആളാ. ഡോക്ടർക്ക് എന്നോട് ദേഷ്യം കാണുമെന്നറിയാം. രക്ഷിച്ചതിന് തക്ക പ്രതിഫലം എനിക്ക് കിട്ടി. ഒരു കാര്യം പറയാനാ ഞാൻ വന്നത്. പ്ലീസ്. അന്ന് ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് ഒളിച്ചോടി രക്ഷപ്പെട്ടതൊന്നുമല്ല. ഡോക്ടർ രഞ്ജിത്തും അയാളുടെ ആളുകളും ചേർന്ന് എന്നെ അവിടുന്ന് ബലമായി കടത്തിക്കൊണ്ട് പോവുകയായിരുന്നു.